മൂന്നര പതിറ്റാണ്ടിലേറെ നീണ്ട ഓർമ്മകളും വിശേഷങ്ങളുമായി കാഞ്ഞങ്ങാട് കാകളി തിയേറ്റേഴ്സിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചിരുന്നവർ വീണ്ടും ഒത്തുകൂടി. അവിസ്മരണീയമായിരുന്നു ഈ പഴയകാല സഹപ്രവർത്തകരുടെ സ്നേഹസംഗമം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 38 വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രഥമ പ്രൊഫഷണൽ നാടക ഗ്രൂപ്പായ കാഞ്ഞങ്ങാട് കാകളി തിയേറ്റേഴ്സിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരാണ് ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളുമായി കാഞ്ഞങ്ങാട്ട് വീണ്ടും ഒത്തുചേർന്നത്. ആലാമിപ്പള്ളിയിലെ ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലും ആതിഥേയത്വത്തിലുമായിരുന്നു പഴയകാല നാടക പ്രവർത്തകരുടെ ഈ സ്നേഹസംഗമം. കാകളിയുടെ സ്ഥാപകരിലൊരാളും ഗുരുപൂജ അവാർഡ് ജേതാവുമായ അമ്മിണി ചന്ദ്രാലയത്തെ പരിപാടിയിൽ നന്മയുടെ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ സാമുവൽ ആദരിച്ചു. കാസർഗോഡ് ജില്ലയിൽ വേരോട്ടം ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കാകളിയുടെയായി എന്നത് നിമിത്തം മാത്രം. സംഗമത്തിലെ നാടകത്തില് അമ്മിണിയെ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് എനിക്ക് ഭാഗമാക്കാവാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. കാലം എന്നിലത് വളരെ വ്യക്തമായി പ്രതിഫലിപ്പിച്ചു എന്നതാണ് സത്യം. 1980 കാലഘട്ടത്തിൽ സംഘത്തിലെ പെൺകുട എന്ന നാടകത്തിലെ അഭിനയമായാണ് ഞാൻ അമ്മിണിയെ ബന്ധപ്പെട്ടു കോഴിക്കോട്ട് ക്ഷണിച്ചു വരുത്തുന്നതും നാടകത്തിൽ അഭിനയിക്കുന്നു. ജവഹർ മുരളി അധ്യക്ഷനായി. കരിവള്ളൂർ നാരായണൻ, ഗംഗനായിറ്റി, കൂക്കൽ രാഘവൻ, ശശി അച്ചാന്തുരുത്തി, മധു പള്ളിക്കര, ശിവരാജ് ആലുവ, വിജയൻ ഈയക്കാട്, ബിനു സി വി, ഈശ്വരൻ വാഴക്കോട്, സാവിത്രി ശ്രീധരൻ, ഭരതൻ കരപ്പാത്ത്, മാധവൻ, യശോദ പുത്തിലോട്ട്, സുരാ പുത്തിലോട്ട്, മോഹൻദാസ് കാഞ്ഞങ്ങാട്, എ വി കൂടോൽ, മോഹനൻ കുന്നമ്മൽ, കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാടകാനുഭവങ്ങളെക്കുറിച്ചും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രംഗസജ്ജീകരണങ്ങളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും സാമ്പത്തിക ചുറ്റുപാടുകളെക്കുറിച്ചുമെല്ലാം ഓർത്തും ഓർമ്മിപ്പിച്ചും പങ്കുവച്ചും ഓരോരുത്തരും പരിപാടിയെ സജീവ സമ്പന്നമാക്കി. അമ്മിണി ചന്ദ്രാലയത്തിന്റെ മറുപടി ഭാഷണവും ഉണ്ടായിരുന്നു. അനിതരസാധാരണവും അവിസ്മരണീയവുമായ പരിപാടിയിൽ പി കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും എം വി ഭരതൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.